പറയൂ, എന്താ ചെയ്യണേ? എന്തിനാ? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ഇപ്പൊ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഏത് സബ്ജക്റ്റാ ചെയ്യണേ? സോറി ഡോക്ടർ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ. എവിടെയാ ചെയ്തതെന്ന് പറഞ്ഞത്? അമൃത. അമൃതയില. ഓക്കെ. കൊച്ചിയിൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ വർഷം? ഞങ്ങൾക്കില്ലായിരുന്നു. നിങ്ങളുടെ ആ ഹ്യൂജ് ഹാളിൽ 1500 ചിൽഡ്രൻ വരുന്നത്? ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾക്കത് വേറെ സെമിനാർ ഉണ്ടായിരുന്നു. ഓക്കെ, റൈറ്റ്. ആക്ച്വലി എൻ്റെ അച്ഛൻ വഴിയാണ് ഡോക്ടറിനെ എനിക്ക് കോണ്ടാക്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അറിവ് കിട്ടിയത്. ലൈക്ക് അച്ഛനാണ് പറഞ്ഞത് ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഓക്കെ. എൻ്റെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ വീഡിയോസ്? സോറി ഡോക്ടർ, എൻ്റെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോന്ന്? 2-3 കാണിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ. ഈ കാണിച്ചു തരേണ്ട കാര്യം എന്താ? നിങ്ങൾ കാണല്ലേ വേണ്ടത്? അച്ഛന്റെ കണ്ണിലൂടെയാണോ കാണുക? പരിചയപ്പെടുത്തിയ സമയത്ത് താല്പര്യത്തിലൊന്നും കണ്ടിട്ടില്ല എന്നർത്ഥം. നോ സർ, ആക്ച്വലി എനിക്ക് വീഡിയോസ് കാണാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല ഞാൻ. അപ്പൊ പിന്നെ എന്താ ഇൻട്രസ്റ്റ്? അപ്പൊ എന്നെ അറിയില്ല. ഡോക്ടർ പറഞ്ഞത് മാത്രമേ. അത് പോരാ, എന്നെ ശരിക്കും അറിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇൻ എ ഷോർട്ട് യു ക്യാൻ ഫിനിഷ് ഇറ്റ്. Doctor, I have just one question. Like, I'm actually confused about what should I take the next step in my life. ഞാനിപ്പോ പറഞ്ഞു എന്ന് വിചാരിക്ക്. How do you know that I am a credible man who can suggest you something? Because you don't know who is this buffalo is, right? Sir, every man is capable of. അങ്ങനെ every man എന്ന് പറഞ്ഞാൽ you will stand on the road and take a statistic about the people and then take a average of that to decide what is that you want in your life. But I can't take the opinion of. Why should I give you opinion when you don't know me? ഒരു മിനിമം അത് ആ ഒരു courtesy എങ്കിലും വേണ്ടേ? Yes, doctor. You understood? Yes. Why should I entertain you when you don't know who is this man? അതാരെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടാവണ്ടേ? എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് when you are sending me message, when you are deciding a date to meet, you should know who is this person, right? Yes. മനസ്സിലുണ്ടോ? പിന്നെ ഇയാളുടെ താല്പര്യത്തിലുള്ളതല്ലേ ഇയാൾ ചെയ്യേണ്ടത്, വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നതാ ചെയ്യാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് വേറെ ആരെങ്കിലും ചോദിച്ചിട്ട് ഞാൻ എന്താ കഴിക്കേണ്ടത് ചോദിച്ചിട്ടാണ്. യു ഷുഡ് ഹാവ് സം ടേസ്റ്റ്, നോ? ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾക്ക് എന്താണോ ടേസ്റ്റ് അത് ചെയ്യാം, അതാണ് വേണ്ടത്. ആദ്യം ഒരു ടേസ്റ്റ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇപ്പം അച്ഛൻ പറഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലാത്ത എൻ്റെ അടുത്ത് പോലും സംസാരിക്കുന്നത്. യു ഷുഡ് നോ ഹൂ ഈസ് ദിസ് പേഴ്സൺ. അങ്ങനെ ഒരു മിനിമം ഒരു ഇത് വേണ്ട. എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? മനസ്സിലാവുണ്ടോ? ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാൾ നമ്മുടെ മുമ്പിൽ ഇരുന്ന് വന്നിരിക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പറയും. ഏതാ ഇപ്പൊ ലാസ്റ്റ് പഠിച്ച പേപ്പറുകൾ ലാസ്റ്റ് സെമസ്റ്ററിൽ? മോഡേൺ ഫിക്ഷൻ, മോഡേൺ ഡ്രാമ, then spiritual literature, Indian aesthetics. ഇന്ത്യൻ aestheticsൽ എന്താ പഠിക്കാം? Indian aesthetics we actually learned about how Indian writings and Indian theories about literature. എന്താണ് ഇന്ത്യൻ തിയറീസ് ഓൺ ലിറ്ററേച്ചർ? Indian theories not much I have known, but അല്ല, ഒരു പേപ്പർ പഠിച്ചതല്ലേ, അപ്പൊ എന്താണ് ഇതിനകത്ത് പഠിച്ചതായിരുന്നു? So we had a very brief introduction to Indian aesthetics, like about Natyashastra, then Arthashastra, some great writers of this space. ആരൊക്കെയാണ് റൈറ്റേഴ്സ്? Sir? ആരൊക്കെയാണ് റൈറ്റേഴ്സ്? So like Bharatamuni, then great writers like
um, Chanakya. ചാണക്യ ഈസ്തറ്റിക്സിലാണോ വരിക? Yes, we had some introduction to them. അയാൾ ഈസ്തറ്റിക്സിലല്ലല്ലോ വരിക ചാണക്യ. So we had some introduction. ഏതാ ചാണക്യന്റെ ബുക്ക്? അതെങ്ങനെ ഈസ്തറ്റിക്സ് ആവോ? അത് ഫിലോസഫിയും പൊളിറ്റിക്സും ഒക്കെ. ഭരതമുനിയുടെ ബുക്കോ? നാട്യശാസ്ത്ര. ഓക്കെ. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? അല്ല ലൈബ്രറിയിൽ ഉണ്ടോ നോക്കിയിട്ടെങ്കിലും ഉണ്ടോ കവറെങ്കിലും? No sir, I don't have it. പിന്നെ എന്താ താല്പര്യം, എന്താ പറ? What is your interest? Series of subject. What is your interest? What is that you are planning to do in your life ahead? Either I was planning to go for teaching, or else I would like to go to civil service instead. കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ വരച്ചിട്ട് 2025 ജൂൺ 16 ഡിസ്കസ് ചെയ്യുന്നത്. ഡ്രോ എ ലൈൻ, see that after 2 years, 1 year, 5 years, 10 years, now next 6 months, 3 months, what are you planning to do to reach to that place? എക്സാം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 3 weeks. 3 വീക്സ് കഴിയുമ്പോൾ മേ ബി ഐ വിൽ ഗോ ഫോർ BEd, മേ ബി ഐ വിൽ ഗോ ഫോർ IAS, അങ്ങനെയല്ല വേണ്ടത്. You must have a definite plan. This is what I wanted to do, for which what should I do? This is what I want to do, for which what I want to do. അങ്ങനെ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കുക. ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ് ഡോക്ടർ TPS എന്നുണ്ട്, യൂട്യൂബിൽ കുറേ വീഡിയോ കാണാം, അതിനൊക്കെ കമൻറ്റ് ചെയ്യാം. Okay. Then look at UPSC IAS Dr. TPS, Destination IAS Dr. TPS, comment on that and communicate, learn something, and then get back. We can discuss it further. Sure. Okay. കാരണം ഇന്നത്തെ നിലയിൽ ഡോക്യുമെൻ്ററീസും ദാറ്റ് ഈസ് ദ മെത്തേഡ് ടു ലേൺ അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. ബിക്കോസ് യു ആർ നോട്ട്, ഞാനിപ്പോൾ ഡോക്യുമെൻ്ററി കാണുന്നില്ല, വീഡിയോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ ഹാവ് നോ പ്രോബ്ലം. ബട്ട് ദെൻ ഐ ആസ്ക്ഡ് യു ഹാവ് യു സീൻ കൗടില്യൻ്റെ ബുക്ക് അർത്ഥശാസ്ത്രം വായിച്ചിട്ടുണ്ടോ? No sir. അപ്പോൾ ആ ബുക്ക് വായിച്ചിട്ടില്ല, ലൈബ്രറിയിൽ വായിച്ചിട്ടില്ല. നോ, ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് വായിച്ചിട്ടില്ല, ബട്ട് അതിൻ്റെ ഇൻ്റർപ്രറ്ററുടെ ഇന്ന ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഷോസ് യു ഹാവ് ഇൻട്രസ്റ്റ് ഇൻ റീഡിങ്. ലാസ്റ്റ് വായിച്ച പുസ്തകം ഏതാ, ബുക്ക് ഏതാ? എക്സാമിനേഷൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഒഴികെ Sorry sir. ജനറൽ ബുക്സ് ഏതാ വായിച്ചത് ലാസ്റ്റ്? Sita sister. ആരുടെ അത്? Sir, no. എന്താ അതിനകത്ത് ഡീൽ ചെയ്യുന്നത്? It talks about the unknown, undiscussed sisters of Sita, like Urmila, Madhavi and Sradakirti. Like how their life are interpreted in this modern current scenario. ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചോ? No sir. എപ്പോഴാണ് ലാസ്റ്റ് ന്യൂസ് പേപ്പർ വായിച്ചത്? 2 weeks before, I think. Every day you must read newspaper and make a brief. Read Hindu newspaper, international page, and then send me a brief of that. Okay. Doctor. One news only, not the whole newspaper. Read only one news from that and send me a. ഒരു ന്യൂസ് സെലക്ട് ചെയ്യുക, അതിൻ്റെ ഒരു പിക്ചർ എടുക്കുക, പോസ്റ്റ് ഇറ്റ് ദർ, ആൻഡ് ദെൻ റൈറ്റ് എ ബ്രീഫ് ആൻഡ് യുവർ റിവ്യൂ ഓൺ ദാറ്റ്. സെലക്ട് ദ മെയിൻ ന്യൂസ് ഫ്രം ദറ്റ് ഇന്റർനാഷണൽ പേജ് ഓഫ് ഹിന്ദു. അപ്പം നല്ലപോലെ വായിക്കുക, നല്ലപോലെ സീരിയസ് ആയിട്ടുള്ള പഠനം തുടങ്ങുക. ദാറ്റ് മേ ബി ബെറ്റർ. Sure. ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ അമൃത, അവിടുത്തെ ഡയറക്ടർ, അവിടെ തന്നെയല്ലേ നിങ്ങളുടെ ഹോസ്റ്റലും? ക്യാമ്പസിനകത്തുള്ള ഹോസ്റ്റലല്ലേ താമസിച്ചത്? Yes doctor. കൊച്ചിയിലല്ലേ? അവിടെ തന്നെ ഒരു ഡയറക്ടർ ഇല്ലേ നിങ്ങളുടെ? Krishnakumar sir. കൃഷ്ണകുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഐ മെറ്റ് കൃഷ്ണകുമാർ മേ ബി 24 years back. Oh great. He came to me
to meet me in Iringalakkuda. Oh, Okay. അപ്പോൾ കാണാം. നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് വാ. thank you, sir. കാണണം, കണ്ട് പഠിച്ച് ആരാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം എപ്പോഴും ഡിസ്കസ് ചെയ്യാൻ. അതർവൈസ് യു വിൽ നോട്ട് ഹാവ് ദറ്റ് പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. നമ്മൾ സാധാരണ വഴിയെ പോകുന്ന ഒരാൾ പറഞ്ഞത് ബോധം ഉണ്ടാവും, അതുപോലെ. കൃഷ്ണകുമാറിൻ്റെ ഗാർഡനൊക്കെ നല്ല ഗാർഡനല്ലേ, പച്ചക്കറിയൊക്കെ? Yes. നിങ്ങളൊക്കെ വാട്ടർ ചെയ്യാറുണ്ടോ അവിടെ? പണി തരാറില്ലേ? No, we are not permitted. You are not permitted, yes. But he has shown me all his garden when I came last time. Look at Amrita, Kochi, Dr. TPS and listen to my lecture. Yes, doctor. എന്നിട്ട് അതിൽ കമൻറ്റ് ചെയ്യണം, യു ആർ എൻ എക്സ് സ്റ്റുഡൻറ്റ് ഓഫ് BA ഗ്രാജുവേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതണം അതിനകത്ത്. ദെൻ ഓൺലി ഐ നോ. യാ, ഓക്കെ. Okay, doctor. ഇത് പോസ്റ്റ് ചെയ്യാമല്ലോ യൂട്യൂബിൽ അല്ലേ? No, doctor. Okay, I will not put your face and picture, but I can post it, mine. Okay. Thank you, doctor. Bye, Steve.